let's go to unboxing sin. പാപത്തെ നമുക്ക് പുറത്തെടുക്കുന്ന അതിലേക്ക് We dealt with 3 things. ആമേൻ. 3 കാര്യങ്ങൾ നാം ചിന്തിക്കാനിടയായി. And 2 questions. 2 ചോദ്യങ്ങളും. In the third question. മൂന്നാമത്തെ ചോദ്യം. Okay, let's go. Help me out, please. നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോവുക. The next one. You know what is sin, right? പാപം എന്താണെന്ന് നമുക്കറിയാമല്ലോ. Go ahead. The third question, how does God discipline his children? ആമേൻ. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ തന്റെ ജനത്തെ എങ്ങനെയാണ് ശിക്ഷണത്തിൽ നടത്തുന്നത്? Why is this important? ആമേൻ. ശിക്ഷണം ഇതിന്റെ പ്രാധാന്യത എന്താണ്? Very soon Jesus Christ is coming. വളരെ അധികം താമസിക്കാതെ കർത്താവായ യേശുക്രിസ്തു വരും. The world scenario talks about the coming of Jesus Christ. ലോകത്തിന്റെ ലക്ഷണങ്ങളെല്ലാം അതിനെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നു. Church, Holy Spirit is preparing us. ആമേൻ. സഭയെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Unboxing sin, we went 3 in a row and this is the 4th one. God is preparing this church. ആമേൻ. ഈ പാപത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നാം 3 കാര്യങ്ങൾ പഠിച്ചു. ഇത് 4ാമത്തെ വസ്തുതയും നാം പഠിക്കാൻ പോകുകയാണ്. How does God discipline his children? എപ്രകാരമാണ് ദൈവം തന്റെ ജനത്തെ ശിക്ഷണത്തിൽ കൂടി നയിക്കുന്നത്? You know, we all commit sin. നാം എല്ലാവരും പാപം As ചെയ്യുന്നവരാണ്. I told, there is a penalty of sin, presence of sin and power of sin. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ പാപത്തിന് ഒരു ശമ്പളമുണ്ട്, പാപത്തിന്റെ ഒരു സ്വാധീനമുണ്ട്, പാപത്തിന്റെ ഒരു ശക്തിയുമുണ്ട്. And how do we sin actually? ആമേൻ. എപ്രകാരമാണ് നാം പാപം ചെയ്യുന്നത്? There are 5 areas where we sin. നാം പാപം ചെയ്യുന്ന 5 ഏരിയകളുണ്ട്. Okay, 5 areas. ആമേൻ. 5 കാര്യങ്ങളുണ്ട്. Area number 1. ഒന്നാമത്തേത്, We commit sin in action, deeds. നമ്മുടെ പ്രവൃത്തിയിൽ നാം പാപം ചെയ്യും. You know, beating someone ഒരാളെ ഇടിക്കുമ്പോൾ, or you know, doing something, doing action. ആമേൻ. പ്രവൃത്തി കൂടെ ഒരു വ്യക്തിയോട് നമുക്ക് പാപം ചെയ്യാം. That's one area. അത് ഒരു രീതിയാണ്. Area number 2. രണ്ടാമത്തെ രീതിയിൽ, I can sin with words. ആമേൻ, വാക്കുകൾ കൊണ്ട് പാപം ചെയ്യുവാൻ I കഴിയും. can say a lot of sinful things about anybody. ആമേൻ. ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പാപം നിറഞ്ഞ രീതിയിൽ സംസാരിക്കാം. And I commit sin through words. ആമേൻ. ആ വാക്കുകളിൽ കൂടി ഞാൻ പാപം ചെയ്യുന്നു. Third, മൂന്നാമതായി, I can sin through thoughts. എന്റെ ചിന്തയിൽ എനിക്ക് പാപം ചെയ്യുവാൻ കഴിയും. I don't have to beat anybody. എനിക്ക് ആരെയും പോയി ഇടിക്കേണ്ട I don't ആവശ്യമില്ല, have to say anybody. ഒന്നും പറയേണ്ടയും ആവശ്യമില്ല. But in my thought process, പക്ഷേ എന്റെ ചിന്തയിൽ, thinking about the wild things, ആമേൻ, വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേണ്ടാത്ത thinking കാര്യങ്ങളൊക്കെ about the ചിന്തിച്ച്, sinful things, ആമേൻ, പാപപരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ I can commit sin. ഞാൻ പാപം ചെയ്യുകയാണ്. Number 4, നാലാമതായി, through attitude I can commit sin. ആമേൻ, എന്റെ ആറ്റിറ്റ്യൂഡ് മുഖാന്തരം. Attitude is the biggest thing in leadership, in ministry, in Christian life. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിലും മിനിസ്ട്രി ശുശ്രൂഷയിലും ലീഡർഷിപ്പിലും ഈ ആറ്റിറ്റ്യൂഡ് വളരെ What പ്രാധാന്യമുള്ളതാണ്. do you say in attitude in Malayalam? Manobhava. Amen. Thank you. Thank you. Yes. Manobhava. You know how I look somebody. ആമേൻ. ഞാൻ എപ്രകാരം ഒരു വ്യക്തിയെ നോക്കുന്നു? I don't have to do anything. എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, I don't have to say anything. ഒന്നും പറയേണ്ടയും ആവശ്യമില്ല, I don't have to even think on it. ചിന്തിക്കേണ്ടയും ആവശ്യമില്ല. My attitude. പക്ഷേ എന്റെ മനോഭാവം, നമ്മൾ പറയത്തില്ലേ ഭയങ്കര ആറ്റിറ്റ്യൂഡ് അവന്. Amen. Just like we say, he is having a big attitude. Attitude is where you commit sin. ആമേൻ. ആ മനോഭാവത്തിൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയും. All right? So now, deeds, പ്രവൃത്തി, words, വാക്കുകൾ കൂടി, thoughts, ചിന്തയിൽ കൂടി, മനോഭാവത്തിൽ കൂടി. Fifth, motives. ആമേൻ. നമ്മുടെ മോട്ടീവ്സ്. Motives, what do you say? ലക്ഷ്യമാകാം. Yeah, motive. Why I am doing what I am doing. ആമേൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മളെല്ലാവരും പല കാര്യം മനസ്സിൽ വെച്ചിട്ടാ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആമേൻ. We keep many things in our mind while we do certain things. Now think. ചിന്തിക്കുക. Why I am writing what I am writing. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്? Hello? ആമേൻ. Why I am saying what I am saying. ഞാൻ ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്? Why I am inviting someone for something. ആമേൻ. ചില കാര്യത്തിന് വേണ്ടി ചില ആൾക്കാരെ ഞാൻ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Why I am making friendship with someone. ചില വ്യക്തികളോട് ഞാൻ ചില സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തുവാ? Amen. What is the motive behind it? ഉദ്ദേശ ശുദ്ധിയിൽ നമ്മൾ പാപം ചെയ്യും. Amen. In our motives we can say. So 5 areas that we sin. ഈ 5 ഏരിയകളിൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയും. And God is telling us. ദൈവം നമ്മളോട് പറയുകയാണ്, A sinner will not inherit the kingdom of God. പാപി സ്വർഗ്ഗരാജ്യം അവകാശമാകുന്നില്ല. So what God does? എന്താണ് ദൈവം അതുകൊണ്ട് ചെയ്യുന്നത്? So that we may get to heaven. ആമേൻ. നാം സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി.
what God will do? എന്താണ് ദൈവം ചെയ്യുന്നത്? He will discipline us. നമ്മളെ ശിക്ഷണത്തിൽ നടത്തുവാനിടയാണ്. God will discipline us. ദൈവം നമ്മളെ ശിക്ഷണത്തിൽ നടത്തും. So when God disciplines, ദൈവം നമ്മളെ ശിക്ഷണത്തിൽ നടത്തുമ്പോൾ, as Lord God, you see God's discipline. ആമേൻ, ദൈവത്തിന്റെ ശിക്ഷണം നാം കാണുമ്പോൾ, Rahul, if you can just go forward, please. Yes. 1 Corinthians 11:32. 1 കൊരിന്ത്യർക്കുള്ള ലേഖനം 11:32. Come on, let's read together. We are being disciplined so that we will not be finally condemned with the world. മലയാളത്തിൽ എന്തോ അത്? വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. Now listen very carefully. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. Two things. രണ്ട് കാര്യങ്ങൾ. Either you are disciplined, ആമേൻ, ഒന്നുകിൽ നിങ്ങൾ ശിക്ഷണത്തിലാണ്, or we are condemned. അല്ലെങ്കിൽ നമ്മളെ ശിക്ഷാവിധിയിലാണ്. World will be condemned, ആമേൻ, ലോകം വിധിക്കപ്പെടും. but children of God will be disciplined. പക്ഷേ ദൈവ മക്കൾ അവർ ശിക്ഷണത്തില്. Hello? ആമേൻ. മനസ്സിലായോ? So if we are disciplined, നമ്മൾ ശിക്ഷണത്തിൽ കൂടിയാണെങ്കിൽ we are children of God. നാം ദൈവ മക്കളാണ്. And if you do all kind of stuff, നാം എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്, ഏത് പരിപാടിയും ചെയ്തിട്ട്, no matter what you do, ഏത് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട്, and you're showing any sort of ഏത് attitude, മോട്ടീവ് കാണിച്ചിട്ട്, and with any motive, ഏത് തോട്ട്സ് and കാണിച്ചിട്ട്, with any sort of thoughts, എത്ര അടിച്ചാലും ഇടിച്ചാലും ചീത്ത I പറഞ്ഞാലും, mean, after calling all sort of bad words and hitting and hurting others, ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, I mean, if nothing is happening to you, ഗുഡ് ലക്ക്. I mean, good luck. ഗുഡ് ലക്ക്. എങ്ങോട്ടാ പോകുന്നത് അത്? If you are not, if after doing so many wrongs, if you are not disciplined, that means you are kept safe for what? Condemnation. Amen. Hallelujah. And നിങ്ങൾ condemnation is eternal hell. ആമേൻ, സകലവിധമാകുന്ന പാപവും ചെയ്തിട്ട് ആ ബാലശിക്ഷയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങളെ ആ നിത്യ നരകത്തിനു വേണ്ടി ദൈവം So മാറ്റിവെച്ചിരിക്കുകയാണ്. do not pray a prayer. അതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കരുത്. കർത്താവേ ബാലശിക്ഷ തരല്ലേ എന്ന് പ്രാർത്ഥിക്കല്ലേ. Never ever pray that we shouldn't be chastised. Ask Lord, you love me and discipline me. ആമേൻ, എന്നെ സ്നേഹിക്കുക ദൈവമേ, എന്നെ ആ ബാലശിക്ഷയിൽ കൂടി നടത്തണമേ എന്ന് Now പ്രാർത്ഥിക്കുക. since you know two things, ഈ രണ്ട് വസ്തുത അറിയുന്നുണ്ട്, may I ask you, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, how many of you prefer discipline? എത്ര പേർക്ക് ബാലശിക്ഷ ആവശ്യമാണ്? കൈപ്പൊക്കാത്തവരെല്ലാം കണ്ടംനേഷനിൽ പോകാനാണോ? ബാലശിക്ഷ, right? We are okay with that, right? ആമേൻ. A child of God should be okay with the discipline of God. ആമേൻ. ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ശിക്ഷണം അത് സ്വീകരിക്കണം. അപ്പ അടി കിട്ടുമ്പോൾ താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞേക്കണം. When you receive the correction and it's spot, you need to thank God. അപ്പ അടി കിട്ടുമ്പോൾ കർത്താവേ നന്ദി എന്ന് പറയണം. You need to thank God and say, Lord, thank you എന്നറിയാമോ for the കർത്താവേ നീ correction. എന്നെ സ്നേഹിക്കുന്നതിനായി ഞാൻ ദൈവത്തെ Lord, I സ്തുതിക്കുന്നു. thank you for your loving me. All right, so we will do four things. 4 കാര്യങ്ങൾ നാം ചെയ്യും. Number 1, ഒന്നാമതായി, purpose of God's discipline. ആമേൻ, ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? And number 2, types of discipline, how God disciplines. ഈ ശിക്ഷണത്തിന്റെ തരങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ Number 3, രീതിയിലാണ്? how do we respond? നാം അതിനോട് എപ്രകാരം പ്രതികരിക്കുന്നു? Number 4, what are the benefits of God's discipline? ദൈവിക ശിക്ഷണത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? Let's go. Number 1, purpose. ആമേൻ. ഒന്നാമതായി അതിന്റെ ഉദ്ദേശം എന്താണ്? What is the purpose of God's discipline? ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? Number 1 is to show His love. ദൈവിക സ്നേഹം നമ്മളെ കാണിക്കുവാൻ Hebrew വേണ്ടി. 12:6 says, ഹെബ്രായ ലേഖനം 12:6 for the പറയുന്നു, Lord disciplines the one He loves ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം and ശിക്ഷിക്കുന്നു. chastises every son whom He receives. താൻ സ്വീകരിക്കുന്ന മകനെ താൻ ബാലശിക്ഷയിൽ I want to നടത്തുന്നു. tell you, church, സഭയോട് ഞാൻ ഇപ്രകാരം വിളിച്ചു when we പറയട്ടെ, do a sin in action, നമ്മുടെ പ്രവൃത്തിയിൽ ഒരു പാപം when we ചെയ്യുമ്പോൾ, commit a sin in words, വാക്കുകൾ കൂടി ഒരു പാപം when we ചെയ്യുമ്പോൾ, commit a sin in thoughts, ചിന്തയിൽ നാം ഒരു പാപം when ചെയ്യുമ്പോൾ, we commit a sin in attitude, നമ്മുടെ ആ ഒരു മനോഭാവത്തിൽ പാപം when we ചെയ്യുമ്പോൾ, commit sin in our motive, ആമേൻ, നമ്മുടെ ഉദ്ദേശത്തിൽ നാം പാപം ചെയ്യുമ്പോൾ, God will suddenly chastise ആമേൻ, us. ദൈവം അപ്പോൾ തന്നെ നമ്മളെ ശിക്ഷണം നമ്മൾ ഏത് നടത്തും. കാര്യത്തിൽ മറ്റുള്ളവനെ വിധിച്ചു അതേ കാര്യം ചിലപ്പോൾ നമ്മൾ അനുഭവിക്കാറില്ലയോ? ആമേൻ, many a times we judge others and we go through the same judgment. ദൈവം ചിലരൊക്കെ നാവിനെ ദൈവം അടക്കുന്നത് ഇങ്ങനെയാ. I mean, this is how God shuts certain ഭയങ്കര mouths. ആയ കാലത്ത് ഭയങ്കര ഉഷാറായിരുന്നു. In good times, they were very much bigger ഉള്ളവനെ in it. എല്ലാം വിധിച്ചോണ്ടും കൈ മുഷ്ടി പിടിച്ചും മസിൽ പിടിച്ചോണ്ട് നടന്നു. I mean, at a good age, they were
were against everyone, spoke against everyone. ഒരു സമയം വരും But there will come a time. മുഷ്ടി പിടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വിരലൊന്നും നീങ്ങത്തില്ല. Amen. They want to close their fist, but their fingers ഒരു won't സമയം move. വരും. A time will come. നമുക്ക് ഭയങ്കര എഴുതാനൊക്കെ തോന്നും, പക്ഷെ കൈ അങ്ങോട്ട് വിറയ്ക്കും. We will feel that we need to write something, but our hands will shake. ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയാം. In the spirit, let me tell you this. ഇന്ന് ദൈവം നിന്നെ ചാസ്റ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, If today you're going through this chastising, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോണം. repent and come back. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് God still loves you. Church, I want to tell you, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ. whenever you feel like God is rebuking you, ആമേൻ. ദൈവം നമ്മളെ ശിക്ഷണത്തിൽ when you feel like God is chastising you, ആമേൻ. ദൈവം നമ്മളെ ബാലശിക്ഷയിൽ our heart നടത്തുമ്പോൾ should lift up and say thank you God, നമ്മുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തോട് നന്ദി കരേറ്റണം. because I am still a child of God. കാരണം ഞാൻ എന്നും ദൈവ The very പൈതലാണ്. first purpose, He loves me. ആമേൻ. ഒന്നാമത്തെ ഉദ്ദേശം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. Second purpose, രണ്ടാമത്തെ ഉദ്ദേശം He wants to restore us to the fellowship with Him. ആമേൻ. വീണ്ടും മടക്കി തന്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കുവാൻ. Amen. ആമേൻ. When we commit sin, നാം പാപം ചെയ്യുമ്പോൾ God's ultimate aim is ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. discipline you. ആമേൻ. നമ്മളെ ഒന്ന് I ശിക്ഷണത്തിൽ will tell you നടത്തുവാൻ. how He disciplines. I will tell you. ആമേൻ. Okay? എപ്രകാരം ദൈവം ചെയ്യും എന്ന് ഞാൻ But He will പറഞ്ഞു. discipline പക്ഷെ you. നമ്മളെ ശിക്ഷണത്തിൽ നടത്തും. Why? എന്തിനു വേണ്ടി? To bring back to the fellowship. നമ്മളെ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് You കൊണ്ടുവരുവാൻ. feel like you want to go out of fellowship. ആമേൻ. കൂട്ടായ്മ വിട്ടു പോകുവാൻ You തോന്നും. feel like I don't want to sit with them. എനിക്കിനി അവരോട് ഇരിക്കാൻ I ആഗ്രഹമില്ല. don't want to pray with them. അവരോട് പ്രാർത്ഥിക്കുവാൻ I don't ഇഷ്ടമില്ല. want to sing with them. അവരോട് പാടാൻ ഇഷ്ടമില്ല. I'm no interest at all. എനിക്ക് ഒരു താല്പര്യവുമില്ല. Every chastisement that you're getting, ഓരോ ബാലശിക്ഷയും നമ്മൾ കടന്നു every പോകുമ്പോൾ, time you get a beating, ആമേൻ, ഓരോ തവണയും ഒരു അടി every ലഭിക്കുമ്പോൾ, time when door closes a door for you, Amen. God closes a door for you. ആമേൻ, ഓരോ തവണ ദൈവം നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ, Every time you pray and nothing is working, ആമേൻ, ഓരോ പ്രാവശ്യം നാം പ്രാർത്ഥിക്കുമ്പോഴും ഒന്നും God is സംഭവിക്കാതിരിക്കുമ്പോൾ, telling, ദൈവം പറയുകയാണ്, repent. ആമേൻ, നീ മാനസാന്തരപ്പെടുക, Repent. മാനസാന്തരപ്പെടുക, come back to the fellowship. ഈ മടങ്ങി കൂട്ടായ്മയിലേക്ക് വരിക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം സത്യമായി പറയാം. ആമേൻ. Truly, let me tell you ചില something. വാതിലുകൾ നിങ്ങൾ മാനസാന്തരപ്പെടാതെ, ദൈവത്തിന്റെ ഈ ഫെലോഷിപ്പിലേക്ക് മടങ്ങി വരാതെ, ആ ബാധ മാറുകയില്ല, ആ ഡോർ തുറക്കുകയുമില്ല. ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ ദൈവാത്മാവിൽ ആലോചന In പറയുന്നു. the spirit, let me tell you this: unless you repent and get back, you will not have certain doors open or certain bondages being gone from your life. Number 3, മൂന്നാമതായി, the purpose മൂന്നാമത്തെ ഉദ്ദേശം to ഇതാണ്. prevent us from destroying ourselves. ആമേൻ. നാം സ്വയമേ നശിച്ചു പോകാതിരിക്കുവാൻ You have വേണ്ടി. all these verses, you can read the verse later. വാക്യങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ പോയി I വായിക്കാം. want to tell you ഒരു something. കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Why God discipline us? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ശിക്ഷണത്തിൽ നടത്തുന്നത്? Because the way we are going, കാരണം നാം പോകുന്ന ഈ the വഴി way our action is going, നമ്മുടെ പ്രവൃത്തി പ്രകാരമാണോ, the way our words are going, നമ്മുടെ വാക്കുകളെ പ്രകാരമാണോ, the way our thoughts are going, നമ്മുടെ ചിന്തകളെ the പ്രകാരമാണോ, way our attitude is going, നമ്മുടെ മനോഭാവം the പ്രകാരമാണോ, way our motive is going, നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും എന്തൊക്കെയാണോ, this will destroy you. ഇത് നമ്മളെ നശിപ്പിക്കുവാനിടയാകും. Hello? ആമേൻ. Your action, your word, your attitude, your motive will destroy you. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ, മനോഭാവം, ഉദ്ദേശം ഇതെല്ലാം നമ്മളെ നശിപ്പിക്കാനിടയാകും. And God doesn't want you to be destroyed. അവയെ നാം നശിച്ചു പോകുവാൻ ദൈവം So what God will ആഗ്രഹിക്കുന്നില്ല. do? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? God will discipline. നമ്മളെ ശിക്ഷണത്തിൽ You know നടത്തും. why? എന്തിനു വേണ്ടി? He don't want you to be destroyed. നാം തകർന്നു പോകുവാൻ ദൈവം Can ആഗ്രഹിക്കുന്നില്ല. somebody say thank you God for എത്ര that? പേർക്ക് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാൻ ചില കഴിയും? അടി തന്നിട്ടല്ലേ ദൈവം നമ്മളൊക്കെ ശരിയാക്കിയത്. Amen. God has blessed us. That's അങ്ങനെ why by ദൈവത്തിലെ beating us. കരം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം If ചെയ്തു. God has beaten us with His hands, can we just praise God and അല്ലൊക്കെ thank Him? എപ്പോഴേ നശിച്ചു പോയേനെ. Or else we would have been perished long ഞാൻ എന്റെ back. വാക്കിന്റെയും പ്രവൃത്തിന്റെയും ആ സംഭവം തുടർന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴേ നശിച്ചു പോയേനെ. ദൈവത്തിന് നന്ദി കരേറ്റുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Amen. അവൻ എന്നെ സ്നേഹിക്കുന്നതും കൊണ്ട് Thank you, അവൻ എന്നെ Lord. അടിക്കുന്നു. Amen. I would have been perished long back because of my words and attitudes, but He still loves me that I am still alive. ഒരു പാട്ടുണ്ട്, There's a song like മലയാളത്തിൽ this. ഇങ്ങനെ പാട്ടുണ്ട്. മലയാളം. വേളയിൽ നമ്മൾ പാടുന്നത് പക്ഷെ ഇങ്ങനെ, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു.
loves us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. He wants to prevent us from getting destroyed. നാം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ And the സംരക്ഷിക്കുകയാണ്. fourth purpose is this. നാലാമത്തെ ഉദ്ദേശം ഇതാണ്. He wants to grow us in holiness. നാം വിശുദ്ധിയിൽ വളർന്നു വരുവാൻ He വേണ്ടി. wants to grow us in holiness. നാം വിശുദ്ധിയിൽ വളർന്നു വരുവാൻ Hebrew വേണ്ടി. 12:10 says, എബ്രായ ലേഖനം 12:10 പറയുന്നു. they disciplined us for a little while as they thought best. About parents. Parents disciplined their children for a while they thought the best. But God disciplines us for our good in order that we may share in His. മലയാളത്തിൽ വായിക്കുന്നേ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അതെ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, to get into that holiness. ആമേൻ. ആ ഒരു വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി. So every discipline is for what? ആമേൻ. ഓരോ ശിക്ഷണവും എന്തിനു വേണ്ടിയാണ്? To be more holier to the Lord. ആമേൻ. ദൈവത്തിലോട് കൂടുതൽ Come on, church. വിശുദ്ധിയോടെ Come on, church. പോകാൻ Can I get വേണ്ടിയാണ്. some? When you go through discipline, നാം ഈ ശിക്ഷണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, oh, your response should be thank you, Lord. ആമേൻ, നിങ്ങളുടെ മറുപടി thank you ചില Lord വാതിൽ ആയിരിക്കണം. അടഞ്ഞതിനായി നമുക്ക് ദിവസം സ്തോത്രം ചെയ്യാൻ Can we just പറ്റുമോ? praise God for certain closed doors? ചില രോഗങ്ങൾ വന്നതിനായി സ്തോത്രം ചെയ്യാൻ Just പറ്റുമോ? praise God for certain ചില sickness that ഭാരങ്ങൾ came. വന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാൻ Certain പറ്റുമോ? burdens that came into our lives. പ്രതികൂലത്തിന്റെ മധ്യത്തിലും Amen. Even in the midst of all വേദനകളുടെ circumstances, മധ്യത്തിലും the midst of all pain, തള്ളിക്കളയാത്തൊരു സ്വർഗമുണ്ട്. oh, there's a heaven that didn't reject ഒന്ന് us. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? Would you lift your hands and praise ആ God? കരങ്ങളെ ഉയർത്തി ദൈവത്തെ Come on, സ്തുതിക്കാൻ ഒന്ന് കഴിയുമോ? സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise Him? ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, In the spirit, let me tell you this. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് Just because He loves us, ചില കാര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ and when we go through certain scenarios, തള്ളിക്കളയുന്നതല്ല. He will never forsake us. ഒരിക്കൽ കൂടി ആത്മാവിൽ പറയട്ടെ, And let me tell you once again in the spirit, തള്ളിക്കളയുന്നതല്ല. He will never forsake us. അവൻ നമ്മെ സ്നേഹിക്കുന്നു. He loves us. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ? And can we just lift up our hands അവൻ and എന്നെ say that? സ്നേഹിക്കുന്നു. He loves us. അധികം വിശുദ്ധിയോടെ To ജീവിക്കുവാൻ, live in much more അധികം holiness. കൂട്ടായ്മയിൽ To ജീവിക്കുവാൻ, live in much more അധികം fellowship. കരുതലോടെ To ജീവിക്കുവാൻ. live in much more closeness. That is the purpose of His discipline. അതാണ് ദൈവത്തിന്റെ ഈ ശിക്ഷണത്തിന്റെ ഉദ്ദേശം. Number 2, രണ്ടാമത്, types of discipline. ആമേൻ, ദൈവം ശിക്ഷണത്തിൽ Now you're നയിക്കുന്ന wondering how God രീതികൾ. disciplines us. എപ്രകാരമായിരിക്കും ദൈവം ശിക്ഷണം You know, നടത്തുന്നത്? Stalin and Sophia knows how Daddy disciplines. ആമേൻ. സ്റ്റാലിനും സ്റ്റോഫിക്കും നന്നായി അറിയാം പിതാവ് എപ്രകാരമാണ് ശിക്ഷണത്തിൽ Right? നടത്തുന്നത്. In my initial days, it used to be stick, it used to be belt. എൻ്റെ ആദ്യകാലങ്ങളിൽ അത് അടിയും ബെൽറ്റും ഒക്കെ ആയിരുന്നു. Later on, I learned that's not the way. ആമേൻ. പിന്നീട് എനിക്ക് മനസ്സിലായി അപ്രകാരമല്ല ചെയ്യേണ്ടത്. And that will not work, I learned. അത് പ്രവർത്തിക്കത്തുമില്ല എന്ന് I മനസ്സിലായി. apologize to them. ആമേൻ. അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. Said, there's a different way of discipline, right? ആമേൻ. വ്യത്യസ്തമായ ഒരു രീതിയുണ്ട് അവരെ ശിക്ഷണത്തിൽ നടത്തുന്നത്. Every daddy has a different way. ഓരോ പിതാവ് Every mom has a different way. ഓരോ പിതാവിനും മാതാവിനും വ്യത്യസ്തമായ want രീതികളുണ്ട്. to tell you, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. How to know God is disciplined? ആമേൻ. എപ്രകാരം തിരിച്ചറിയാൻ കഴിയും ദൈവം നമ്മളെ ശിക്ഷണത്തിൽ How will I നയിക്കുന്നത്? know if God is disciplining me? ആമേൻ. ദൈവം എന്നെ ശിക്ഷണത്തിൽ നടത്തുന്നത് എപ്രകാരം തിരിച്ചറിയുവാൻ കഴിയും? Hey, looks like you dads are very different than me. ആമേൻ. എന്നെക്കാളും വ്യത്യസ്തമായ മാതാപിതാക്കളായിരിക്കുന്നു. വടിയെടുത്തവരൊക്കെ ഉണ്ടോ ഡാഡ്സ് ഇവിടെ? ആമേൻ. How many parents have taken stick? കൈ പോലും കാണിക്കത്തില്ല. പിന്നെ ഉണ്ടല്ലോ. വെരി ഗുഡ്. അതാണ്ട് ഒരു ഡാഡ് ഇവിടെ കാണുന്നു. വെറുതെ അവനെ ഡാഡ് ആക്കുക. Okay. Now let's go to the types of discipline. ആമേൻ. ഈ ശിക്ഷണത്തിന്റെ Number രീതികൾ one. നമുക്ക് Number നോക്കാം. one. ഒന്നാമതായി, God's discipline through rebuke and conviction. ആമേൻ, നമ്മളെ കൺവിക്ഷനിൽ കൂടി റിബ്യൂക്കിൽ കൂടി നമ്മളെ ആ ഒരു ശിക്ഷണത്തിൽ നടത്തുകയാണ്. വഴക്ക് പറയും. Scold us. ദൈവം വഴക്ക് പറയും. God would surely rebuke us. Right? Let's read Proverbs 3:11, 12. My son, do not despise Lord's discipline. My son, do not. Come on, church. Are you reading with me? Do not despise the Lord's discipline and do not resent His rebuke, because the Lord disciplines those whom He. So how He discipline? Number one, ഒന്നാമതായി എപ്രകാരമാണ് നമ്മളെ ശിക്ഷണത്തിൽ നടത്തുന്നത്? rebuke. നമ്മളെ How ശാസന God will rebuke. എപ്രകാരമാണ് ദൈവം ശാസനയിൽ കൂടി Sometimes you നടത്തുന്നത്? will hear in your own ears. ചിലപ്പോൾ ദൈവത്തിന്റെ ശാസന നമ്മുടെ കാതുകളിൽ തന്നെ കേൾക്കും. ഒരു നല്ല ഗുണകരമായ ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ അപ്പം തന്നെ കേൾക്കാറില്ലയോ? Sometimes the moment you did a good sin, you would hear the voice of the Lord. കേൾക്കാറുണ്ടോ? Haven't you heard it? നീ എന്താ പണി കാണിച്ചേ? What did you do? ഒരു സൗണ്ട് കേൾക്കാറുണ്ടോ? Don't you hear it? ഇനി ഇത് കേൾക്കാതിരിക്കുമ്പോഴാ I mean, when you don't hear it, അപ്പോഴായിരിക്കും ചർച്ച വരുമ്പോൾ പാസ്റ്റർ ഇട്ട് തരുന്നുണ്ട്. you come to church and you hear from the pastor.
ഒരു നല്ല റബ്യൂക്ക് കിട്ടും. I mean, you will get a good. എത്രയോ പ്രാവശ്യം ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഞാൻ അവിടെ കാണുമ്പോൾ എൻ്റെ സ്നേഹിക്കുന്ന സഹോദരന്മാർ വന്ന് പറയാറുണ്ട്, പാസ്റ്ററേ ഇത്രയും അടിക്കണമായിരുന്നോ, ശരിക്കും എന്തൊരു മസാജ് വേണമല്ലോ എന്നൊക്കെ പറയാറുണ്ട്. Sometimes you hear it and you go out and then you embrace me and say, Pastor, no need of such kind of a correction. I need some And I massage. thank you for that. I mean, അതിന് നന്ദി അത് പറയുന്നു. നല്ല റെസ്പോൺസ് കേട്ടോ. It's a good response. I love that. I mean, ഞാൻ ഇഷ്ടപ്പെടുന്നു. You know, you will find rebuke. I mean, നിങ്ങൾ ശാസന കേൾക്കും. Or a അല്ലെങ്കിൽ- prophet will just pass by. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ കടന്നു പോകും, Tap on your shoulder. തോളത്ത് കെട്ടും. ഒന്ന് ശരിയായിക്കോ, പോകുന്ന വഴി അത്ര ശരിയല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോകും. I mean, he will say, you need to repent. It's not the good way that you're going. God rebukes. ദൈവം God ശാസിക്കുവാനിടയാകും. rebukes in different ways. I mean, പല വ്യത്യസ്തമായ രീതിയിൽ ദൈവം ശാസനകൾ So നടത്തും. that is number one correction. I mean, ഒന്നാമത്തെ രീതി അതാണ്. Second discipline. രണ്ടാമത്തെ രീതി, He will discipline you through trials and testing. I mean, പരിശോധനയിൽ കൂടി കടത്തി നമ്മളെ ആ ശിക്ഷണത്തിൽ This നടത്തും. is the second level of discipline. ഇതിന്റെ രണ്ടാമത്തെ രീതിയാണ്. When the first level of discipline, after rebuke, you don't hear. I mean, ശാസന കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കേൾക്കുകയില്ല. I will tell you, ഇംഗ്ലീഷ് പറഞ്ഞേ, എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ സകല ശത്രുക്കളും, സകല എന്നെ എതിർക്കുന്ന, എന്നെ ഏറ്റവും പകയ്ക്കുന്ന, എന്നോട് ദേഷ്യപ്പെട്ടവരെല്ലാം ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടല്ല, എൻ്റെ പ്രസംഗമോ അവരെ ഗുണീകരിക്കാൻ പോയതും അവരെ കറക്റ്റ് ചെയ്യാൻ പോയതിൻ്റെ മാത്രമുള്ള ശത്രുക്കളെ ഉള്ളൂ എനിക്ക്. I mean, all the enemies that I have or stood against me or spoke against me, it was not because I preached or spoke anything or did anything to them. It was just because that I went and I have rebuked and I have corrected ഇവിടെ them. ഇരിക്കുന്ന ചിലർക്കൊക്കെ ഉണ്ടായിരിക്കും. I mean, there might be people that are seated over here as well. അത് കറക്ഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ. It is just because you're not willing to accept those correction. നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചു, I mean, just write it down. നിങ്ങൾ എത്ര ശത്രുത കാണിച്ചാലും, No matter how much of an enmity that you show against me, ജീവനോട് ഇരിക്കുന്നിടത്തോളം as long as I'm alive, എന്റെ പണി ഞാൻ ചെയ്തോണ്ടിരിക്കും. I will continue to do my work. Because I am obligated to the Lord. കാരണം എനിക്ക് ഈ വചനത്തോടും ദൈവത്തോടും ഒരു ബന്ധമുണ്ട്. ഹലോ, നിങ്ങൾ ഇങ്ങനെ കാണിച്ചതും കൊണ്ടും ഞാൻ ഇവിടെ പേടിച്ചൊന്നും മിണ്ടാന്നും ഇരിക്കാൻ I mean, പോകുന്നില്ല. just because you show against me, I'm not going to be അതുകൊണ്ട് silent. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. So you need to be of full courage. മെമ്പർഷിപ്പ് ഫോം സൈൻ ചെയ്തപ്പോൾ അന്ന് സൈൻ ചെയ്ത പാസ്റ്റർ എന്ത് പറഞ്ഞാലും വചനത്തിലൂടെ പറഞ്ഞാലും ഏറ്റെടുക്കും. I mean, the day you signed the membership, you said, whatever you say through the word of God, I will accept it. അത് നിങ്ങൾ സൈൻ ചെയ്ത് എനിക്ക് തന്ന സംഭവമാണ്. I mean, you have signed and handed over to me. ഇനി സൈൻ ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം സൈൻ ചെയ്യാൻ. I mean, the ones who are going to sign, you need to be careful. സൈൻ ചെയ്തവർ ചെയ്തു. I mean, the people who signed, are signed. ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു പോയെങ്കിൽ ഇത് പറയല്ലേ. I mean, don't come and say that, don't say this. I want to tell you I love you. I mean, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. See, when you don't hear the rebuke, I mean, ഈ ഒരു ശാസന കേൾക്കാതിരിക്കുമ്പോൾ, second level, I mean, അടുത്ത ഘട്ടത്തിലേക്ക് പോകും. trials, testing. I mean, പരിശോധനയിൽ കൂടി കടന്നു പോകും. That is where, when you get to trials and testing, I mean, ഈ ട്രയൽസും പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ, you didn't listen to the rebuke. I mean, നിങ്ങൾ ആദ്യമായി ഈ ശാസന നിങ്ങൾ കേട്ടില്ല. God will send you to trials. I mean, അതിനുശേഷം ദൈവം നിങ്ങളെ ഈ പരിശോധനയിൽ But കൂടി I want to കടന്നുവിടും. still encourage you. I mean, വീണ്ടും ഞാൻ ഒന്ന് ആഹ്വാനം James ചെയ്യട്ടെ. 1:2-4 says, I mean, യാക്കോബ് ഇപ്രകാരം പറയുന്നു. come on, let's read it loud. Consider it pure joy, my brothers and sisters, whenever you face trials of many kinds, because you know that the testing of your faith produces perseverance. Let perseverance finish its work so that you may be mature and complete, not lacking anything. Amen. So what is the second type? You will go to രണ്ടാമത്തെ തരം എന്തായിരുന്നു? മലയാളത്തിൽ എന്തുവാ ട്രയൽസ് ആൻഡ് പരിശോധന. പരിശോധനകൾ. യെസ്, ഹലോ, തകർക്കാനല്ല, പണിഞ്ഞെടുക്കാൻ വേണ്ടിയാ. I mean, it's not to പാടാറുണ്ടല്ലോ കരം ഉയർത്തുന്ന സ്തോത്രം ചെയ്തു വന്ന. Can we just lift up our hands and praise God? Third type of discipline. മൂന്നാമത്തെ തരത്തിലുള്ള How ശിക്ഷണം God എന്താണ്? discipline, third type. Amen. Third way. He disciplines through consequences. Amen. ഈ കോൺസിക്വൻസിൽ കൂടി. When God rebukes, I mean, ദൈവം ശാസിക്കുമ്പോൾ you don't listen. നാം കേൾക്കുകയില്ല. You go through trials, നാം ശിക്ഷണത്തിൽ കൂടി കടന്നു പോകും. then ego comes up. അപ്പോൾ നമ്മുടെ ഈഗോ During വർദ്ധിക്കുകയാണ്. COVID time, I mean, കോവിഡ് സമയത്ത്, മറ്റാർക്ക് കോവിഡ് വന്നാലും, കോവിഡ് അല്ല പനി വന്നാലും, I mean, if anybody else have fever, ഒരു തുമ്മിയാ മതി, I mean, it's just a small sneeze. അവന് കോവിഡാ. I mean, he has COVID. അവന് കോവിഡാ. He has COVID. ഞാൻ തുമ്മിയാൽ If I sneeze, കോൾഡാ. it is just cold. ഞാൻ തുമ്മിയാൽ കോൾഡ്, അവൻ തുമ്മിയാൽ കോവിഡ്. When I sneeze, it is cold. When they sneeze, it is COVID. അങ്ങനെ നമ്മളെല്ലാം അങ്ങനല്ലേ. And that's how we are.
ചർച്ചിൽ വന്ന് അവനിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നു. കോവിഡാ കേട്ടോ, കോവിഡാ. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് കോവിഡ് വരുന്നത്. അന്ന് ഞാൻ ചർച്ചിൽ വന്നത് കൊണ്ട് അന്ന് കിട്ടിയത്, അല്ലാതെ വാൾമാർട്ടിൽ മാസ്ക് ഇടാതെ പോയതിൻ്റെ അല്ല. We hide all of our sickness. So, ego. I mean, it's our ego. When we go through trials, no, it's not my sin. You know, I'm holy. There is nothing like that. ഒന്നുമില്ല, ഞാൻ ഭയങ്കര ഹോളിയാ. അടി കിട്ടുമ്പോൾ അപ്പഴേ പത്തി മടക്കിക്കണം. Amen. When we go through these trials, we many times cover it up and with our ego. ആരോടാ ഗുസ്തി കളിക്കുന്നേ? Amen. We are waging war against whom? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച The ദൈവം, one who has created everything. ജ്വാലയ്ക്ക് കണ്ണുള്ളവൻ, The one with fiery ഈ eyes. ജ്വാലയിൽ നിൽക്കുന്നവൻ, The one who stands with a thundering fiery voice light. ഉള്ളവൻ, I mean, he has voice അവന്റെ as of many വാക്കിന് മുമ്പിൽ waters. ഒരിക്കലും നിൽക്കാൻ പറ്റാത്തവൻ, And none of us can stand സകല before him. അഖിലാണ്ടത്തെ സൃഷ്ടി ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച Who ദൈവം, created everything out of a ഈ word. ദൈവം നിന്നെ ഹംബിൾ ചെയ്യുമ്പോൾ, Even this God is ഈ ദൈവം ഒരു bringing us, പരിശോധനയിൽ humbling us. വിടുമ്പോൾ, When he leads us into many അയ്യോ trials. ദൈവമേ ഞാൻ ഇതാ നിന്റെ സന്നിധിയിൽ വീഴുന്നു എന്ന് പറഞ്ഞ് മുട്ടുമടക്കുന്ന ഒരു കൂട്ട ജനത്തെ ഈ കാൽവറി അസംബ്ലിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് കാണാൻ ആഗ്രഹിക്കുന്നു. I mean, God wants to desires to see a group of people who would humble themselves എല്ലാ before the ഈഗോസ് Holy ഒന്ന് God. മാറ്റിക്കൊന്ന്. Can we just keep aside all എല്ലാ our ഈഗോ egos? മാറ്റിക്കേ. All our egos. അവന് വന്നാൽ കോവിഡ്, എനിക്ക് വന്നാൽ പനി. I mean, if he has it as COVID, for No, me it's cold. നമ്മളെല്ലാവരും ഒരുപോലെ പാപം ചെയ്തു. We all have sinned alike. നമ്മുടെ മേൽ ശിക്ഷാവധി ഉണ്ടായിരുന്നു. And there was a penalty over us. കൃപയാൽ അവനെ നമ്മൾ രക്ഷിച്ചു, അവൻ നമ്മളെ By രക്ഷിച്ചു. grace, he has saved us. രക്ഷിക്കപ്പെട്ട ദൈവത്തെ സ്തോത്രം ചെയ്തു. And the people who are saved, can we just worship ആരെയും him? വീഴ്ച കണ്ട് സന്തോഷിക്കല്ലേ. I mean, we are not here to smile or laugh at others' fault. ആരെയും വീഴ്ച കണ്ട് We സന്തോഷിക്കല്ലേ. are not here to enjoy while others ആരെയും fall. രോഗം കണ്ട് വിധിക്കല്ലേ. I mean, looking into other sickness, do not ആരെ judge ജോലി them. പോയത് കൊണ്ട് വിധിക്കല്ലേ. Because somebody lost job, do not judge ഒരു them. കുഞ്ഞിന്റെ പരാജയം കണ്ട് അവരെ വിധിക്കല്ലേ. Looking at the failures of a child, do not നീ judge ഏത് them. വിധിയാൽ വിധിക്കുന്നു, By what judgment you judge അതേ them, വിധിയാൽ നീ you വിധിക്കപ്പെടും. would also be judged alike. അതാ കോൺസിക്വൻസ്. That is the consequence. അതാ That കോൺസിക്വൻസ്. is the consequence. ഒരാളുടെ നടപ്പ് കണ്ട്, I mean, looking at the way somebody walks, ഒരാളുടെ ലുക്ക് കണ്ട്, looking at the look of someone, ഒരാളുടെ ഡ്രസ് കണ്ട് looking at the dressing of someone. സർക്കാസം ചെയ്യുന്ന നിങ്ങൾ I mean, the way that you cause ദൈവാത്മാവിൽ sarcasm. വാണിംഗ് നൽകി തരുന്നു. I mean, in the spirit, let me warn you. നാവിനെ നീ അടക്കിക്കോ. I mean, you control your tongue. ദൈവം നിന്റെ നാവ് അടക്കുന്ന മുമ്പേ നിന്റെ നാവിനെ നീ അടക്കിക്കോ. Before God controls your tongue, you tame your tongue. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. Repent and come back. നീ ഏത് വിധിയാൽ വിധിക്കും, By what judgment you അതേ judge, വിധിയാൽ നീ വിധിക്കപ്പെടും. the same way you would be judged. Consequence. I mean, consequence. God brings consequence. When ദൈവം ഈ പരിണത ഫലങ്ങൾ Every കൊണ്ടുവരും. sin has a consequence. I mean, ഓരോ പാപത്തിനും അതിന്റെ പരിണത ഫലമുണ്ട്. Better to repent. I mean, ഏറ്റവും നല്ലത് The മനസ്സാന്തരപ്പെടുക. fourth way how God I disciplines. mean, നാലാമത്തെ പ്രകാരമാണ് It disciplines through word and wisdom. ദൈവവചനത്താലും ജ്ഞാനത്താലും. 2 Timothy 3:16, 17 says, 2 തിമോത്തിയോസ് let's read 3:16 together. All scripture is God breathed and is useful for what? All scripture is useful for what? Teaching, rebuking, correcting, training in righteousness, so that servant of God may be thoroughly equipped for every good works. Amen. What's that in Malayalam? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. If you come to a church, നിങ്ങൾ ഒരു സഭയിൽ വരുമ്പോൾ, ഉപദേശമില്ല, I mean, there is no teaching, ശാസനമില്ല, there is no rebuking, ഗുണീകരണമില്ല, there is no correcting, ഒന്നുമില്ല, there's nothing. ഒരു മോട്ടിവേഷൻ ടോക്ക്, I mean, it was just a motivation talk. ഒരു ഇമോഷണലിസം, There's emotional. and going back home. എന്നിട്ട് മടങ്ങി വീട്ടിൽ പോകുക. That is not the church ministry. അതല്ല ശുശ്രൂഷ. Word ministry is there to teach. I mean, ദൈവവചനം നമ്മളെ ഗുണീകരിക്കുവാൻ, Hello? ഉപദേശിക്കുവാൻ. That is what exactly what's happening right now. I mean, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. Would you thank God for your pastor? I mean, നിങ്ങളുടെ ദേവദാസന്മാരെ ഓർത്ത് ദൈവത്തെ For സ്തുതിക്കാമോ? your pastor? നിങ്ങളുടെ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ബുദ്ധിമുട്ടാൻ എനിക്കറിയാം. ഇജാലം ഒന്നും കാര്യം എന്നെ സന്തോഷത്തിന് I mean, at least for my joy, can you just lift up your hands? ഇതുപോലെ അടിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? I mean, is there a man who beats us like this? Hey, but I love you. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. You know
know what? That is what a pastor need to do. അതാണ് ഒരു ദൈവദാസൻ I will ചെയ്യേണ്ടത്. encourage you, at the same time I will discipline you. ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കും, അതുപോലെ തന്നെ So ഞാൻ നിങ്ങളെ God will ഗുണിക്കും. discipline through a preacher who preached the word of ആമേൻ. God. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനിൽ കൂടെ ദൈവം ഗുണീകരിക്കും. Now the third important thing, ആമേൻ. മൂന്നാമത്തെ പ്രാധാന്യം, how do we respond? ആമേൻ, എപ്രകാരം നമുക്ക് പ്രതികരിക്കുവാൻ കഴിയും? Response of discipline. ആമേൻ. ഈ ശിക്ഷണത്തിൽ നമ്മൾ എങ്ങനെ Now listen പ്രതികരിക്കും? everybody carefully. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത്രയും പ്രസംഗം പ്രസംഗിച്ചതിന് ശേഷം After preaching all this, അൺബോക്സിംഗിന്റെ നാലാമത്തെ സീരീസ് ആയി. after fourth sermon on unboxing, ഇത്രയും കഴിഞ്ഞിട്ടും after all this, നിങ്ങളുടെ മനസ്സ് തകരുന്നില്ലെങ്കിൽ, if your heart is not breaking, നിങ്ങൾക്ക് ഒരു ഇടി കിട്ടിയിട്ടില്ലെങ്കിൽ, if you have not ഒരു hit a കുത്ത് crush, കൊണ്ടിട്ടില്ലെങ്കിൽ, if you have not pricked, good luck. amen. പക്ഷെ കുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം. I mean, if you are pricked, it is good. Okay, how should be our response? I mean, എപ്രകാരം നാം ഇതിന് Number പ്രതികരിക്കണം? one, ഒന്നാമതായി, repentance ആമേൻ, and നമ്മുടെ confession. നമ്മുടെ First മാനസാന്തരവും John 1:9 ഏറ്റുപറച്ചിലും. says, if we, Confess. everybody, if we, they're upstairs over there, if we confess sin. our sins, he is faithful and and just and will forgive us our sin and purify us from all unrighteousness. God will not put you in trial. ആമേൻ. നമ്മളെ പിന്നെ ഒരു ട്രയൽ നിർത്തത്തില്ല. God will not put you in kind of discipline if we are confessing and repenting. നാം മാനസാന്തരപ്പെട്ട് ഏറ്റുപറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ശിക്ഷണമില്ല. Hello church. ആമേൻ. Christ is coming soon. കർത്താവ് വേഗം വരുന്നു. We are hearing the history about battles. ആമേൻ. ചരിത്രത്തിലും നമ്മൾ ഇപ്പോൾ യുദ്ധങ്ങളെ കുറിച്ച് Ezekiel കേൾക്കുന്നു. 38 is going to happen. ആമേൻ. എസേക്കിയേൽ പ്രവചന പുസ്തകം 38 നടക്കാൻ God പോകുകയാണ്. is telling, ദൈവം പറയുകയാണ്, repent, നിങ്ങൾ മാനസാന്തരപ്പെടുക, confess. നിങ്ങൾ ഏറ്റുപറയുക, I am coming soon. ഞാൻ വേഗത്തിൽ മടങ്ങി I'm വരുന്നു. coming for a bride, ഞാനൊരു മണവാട്ടിക്ക് വേണ്ടി കടന്നു a വരുന്നു. prepared bride. ആമേൻ. ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിക്ക് വേണ്ടി. ഓ നിഷ്കളങ്കമായിരിക്കുന്ന ഒരു മണവാട്ടി വരുവാന്നേ. ആമേൻ. Clear and clean, കറയില്ലാത്ത, without any stain, ചുളുക്കമില്ലാത്ത, without any wrinkle, വാട്ടമില്ലാത്ത, without any ഒരു fading. നല്ല മണവാട്ടിക്ക് വേണ്ടി Oh, I'm coming for a good കർത്താവായ bride. യേശു ക്രിസ്തു വരുമ്പോൾ, And when our Lord Jesus എന്നെയും Christ നിന്നെ comes, ഒരുക്കുമ്പോൾ, and when He is preparing for us, പാപത്തെ ഒന്ന് ഏറ്റുപറയാൻ പറ്റുമോ? can we just confess our കുറവുകളെ sins, ഏറ്റുപറയാൻ പറ്റുമോ? all our weakness and Hey church, shortcomings? can I ask you, സഭയോട് ഞാൻ would you ചോദിക്കട്ടെ, repent today? ആമേൻ, ഇന്നൊന്ന് മാനസാന്തരപ്പെടുവാൻ Can you കഴിയുമോ? come back to the Lord? ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമോ? Second response, ആമേൻ. രണ്ടാമത്തെ ആ ഒരു റെസ്പോൺസ്, പ്രതികരണം. humility and surrender. ആമേൻ. നമ്മുടെ താഴ്മയും നമ്മുടെ James ഏറ്റുപറച്ചിലും. 4:10 says, യാക്കോബ് 4:10 പറയുന്നു, humble yourself before the Lord and he will lift you up. ആമേൻ. ദൈവകരങ്ങളിലെ താഴ്ന്നിരിക്കുക, തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. Oh yes, amen. ആമേൻ. Correction തരുമ്പോൾ, ആമേൻ. When we go through correction, rebuke തരുമ്പോൾ, when we have rebuke, consequence when വരുമ്പോൾ, we face consequences, and വേദനകൾ വരുമ്പോൾ, and when we have pain, അവൻ നമ്മൾ മാനസാന്തരപ്പെടുക മാത്രമല്ല, it is not just that we repent. നമ്മളൊന്ന് humble ആക്കാൻ പറ്റുമോ? I mean, it is to humble ourselves as ഒന്ന് well. സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise God? Correction കണ്ടിട്ട് റിബൽ ആകല്ല I mean, ദൈവമക്കളെ. when you see the corrections, do not rebel against God. Please do not rebel. I mean, I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Some of you are, praise God, you have your parents with you. I mean, ചിലർക്കൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് ദൈവത്തെ Praise സ്തുതിക്കുക. God. Amen. They will sometimes come and talk to you, അവർ right? വന്ന് ചിലപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കും. But many times when nobody else we have, ആമേൻ. ചിലപ്പോൾ ആരും നമ്മുടെ ചുറ്റുമില്ലാതിരിക്കുമ്പോൾ, God may use your pastor. ആമേൻ, ചിലപ്പോൾ നിങ്ങൾ ദൈവദാസനെ God ഉപയോഗിക്കും. may use your Sunday school teacher. നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിനെ God may ഉപയോഗിക്കും. use one of the leader. ആമേൻ. ഏതോ ഒരു നേതൃത്വത്തിലുള്ള ആരെങ്കിലും God may use ഉപയോഗിക്കുന്നത്. many of those people. ആമേൻ. അവരെയൊക്കെ ദൈവം ഉപയോഗിക്കും. You know why? എന്തിനു വേണ്ടി അറിയാമോ? So that you will repent. കാരണം നിങ്ങൾ മാനസാന്തരപ്പെടും. Second, to humble you. നിങ്ങൾ തന്നെ ഒന്ന് താഴ്ത്തപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താൻ പറ്റുമോ ദൈവകരങ്ങളിൽ? I mean, can we just humble ourselves in the That hands should of be the God? response. Third response. അതായിരിക്കണം നമ്മുടെ പ്രതികരണം. Seek God's wisdom ആമേൻ. ദൈവിക ജ്ഞാനം അന്വേഷിക്കുക. and seek God's guidance. ദൈവിക ആ ഒരു ഗൈഡൻസ് അന്വേഷിക്കുക. We should pray like how David prayed. ദൈവം പ്രാർത്ഥിച്ച പോലെ നാം പ്രാർത്ഥിക്കണം. Create in me a pure heart, O God, and renew a steadfast spirit ഒരു നിർമ്മലമായ within me. ഹൃദയം എന്നിൽ ഉണ്ടാക്കണമേ എന്ന് ദാവീദ് We should say, പ്രാർത്ഥിച്ചതുപോലെ. Lord, I come back. ആമേൻ. ദൈവമേ, ഞാൻ മടങ്ങി വരുന്നു. And the benefit is this. അതിന്റെ ബെനിഫിറ്റ് ഗുണങ്ങൾ When we ഇതൊക്കെയാണ്. do this, നാം ഇത് ചെയ്യുമ്പോൾ, the benefit of this. ആമേൻ, ഇതിന്റെ ഗുണം ഇതാണ്. You know what is the benefit? എന്താണ് ഇതിന്റെ ഗുണം? We will be
going spiritually mature. ആത്മീകമായി നാം മുതിർന്നു We will see a വരുവാനിടയാകും. harvest. ആമേൻ. നാം ഒരു കൊയ്ത്ത് കാണുവാനിടയാകും. We will have a closer relationship with the Lord. ദൈവവുമായിട്ട് ഒരു അടുത്ത We ബന്ധം can നമുക്ക് enjoy the ഉണ്ടാവുകയാണ്. relationship with the Lord. ദൈവവുമായിട്ട് ആ ബന്ധം നമുക്ക് ആസ്വദിക്കുവാൻ We can say, കഴിയും. Lord, I come to you. ആമേൻ. ദൈവമേ, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ Lord, I കടന്നു come വരുന്നു. to you. ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് You കടന്നു are my വരുന്നു. beloved. അങ്ങാണ് എന്റെ I beloved. come to you, ഞാൻ Lord. അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. Church, let me ask you, സഭയോട് ഞാൻ ചോദിക്കട്ടെ, as we unbox God's discipline, ആമേൻ, ദൈവിക ശിക്ഷണം നാം ഇന്ന് തുറന്നു കാട്ടുമ്പോൾ how many of you can be true to God? എത്ര പേർക്ക് നമുക്ക് ദൈവവുമായിട്ട് സത്യമാക്കാം? ഒന്ന് സത്യമായിട്ട് പറയാൻ പറ്റുമോ? How many of you can say truly, I am going through a phase of discipline. ആമേൻ, ഞാനൊരു ശിക്ഷണത്തിന്റെ കാലത്തിൽ കൂടി കടന്നു പോവുകയാണ്. I can say that. ആമേൻ, എനിക്കത് പറയുവാൻ കഴിയും. എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ കാരണം എന്തു ആയിക്കോട്ടെ, Amen. Let your കർത്താവ് reasons- എന്നെ പണിയുന്നുണ്ട്, ഞാനത് ഗ്രഹിക്കുന്നുണ്ട് എന്നൊന്ന് ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ How പറ്റും? many of you can respond before this word that God is correcting me? നമ്മുടെ God is rebuking അധികാരത്തിന്റെ me? കീഴിൽ ചിലൊക്കെ മാറിപ്പോകുമ്പോൾ, Amen. When certain people move away from our നമ്മുടെ authority, എത്തും പിടിയുമില്ലാതിരിക്കുമ്പോൾ, when it is beyond our reach, ഞാൻ പിടിച്ചാൽ പിടിക്കാത്ത നിലയിലായി പോകുന്നേ, Amen. When I'm trying to catch it, I'm not എന്റെ able to. കൺട്രോളിൽ നിന്ന് ചില കാര്യങ്ങൾ It is മാറിപ്പോകുന്നു. beyond my control. കർത്താവ് കൺട്രോൾ എടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ I mean, if you believe that it is in the control of God, ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. can we just lift up our hands? ഒന്ന് ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ And പറ്റും. can we just rise up to our I want you to take a moment ഒരു നിമിഷം എടുത്ത് saying that, Lord, I come to you. ദൈവമേ, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കുക. Let every eyes be Every closed. eyes to be closed. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു വന്ന്. Let every eyes be Would closed. you lift your hands? അക്കരങ്ങളൊന്ന് ഉയരട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും? And how many of you can say, Lord, I come to you. ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. കർത്താവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാ. Oh Lord, I come to you. मैं तेरे पास आता हूं खुदा. Amen. Lord, I come to मेरी you. जिंदगी में सब कुछ तेरा ही है. Amen. यीशु तो मेरे जिंदगी में आ.